അരമനയക്കച്ചിയെ ഇറക്കി വിട്ടാൽ സഭയുടെ അടിത്തറ ഇളക്കുമോ? അരമനയക്കച്ചിയെ ഇറക്കി വിട്ടാൽ ചെറിയ ഇളക്കമല്ല, യാക്കോബായ സഭയുടെ അടിത്തറ തന്നെ ഇളക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അരമനയക്കച്ചിക്ക് വേണ്ടി മെത്രാൻ ഭദ്രാസനം വിൽപ്പനയ്ക്ക് വെച്ചു എന്ന തലക്കെട്ടോടെ ITV ന്യൂസ് ഇന്നലെ ഒരു വാർത്ത നൽകിയിരുന്നു. യാക്കോബായ സഭയുടെ കോഴിക്കോട് ഭദ്രാസനത്തിൽ ഇത് ഒരു പരസ്യമായ രഹസ്യമായതുകൊണ്ട് വാർത്ത കണ്ടിട്ട് അവർക്കാർക്കും ഇതിൽ അല്പം പോലും അതിശയം തോന്നിയില്ല. ITV ന്യൂസിൽ ഇത് വരുവാൻ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് മാത്രമേ അവർക്ക് പരാതി ഉണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ അരമനയെയും മെത്രാന്റെ അംശപടിയെയും അക്കച്ചിയുടെ അപകാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നാളുകളായി അവർ പല തീവ്ര ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. അറ്റകൈക്ക് പോസ്റ്റർ വരെ അവർ അടിച്ചൊട്ടിച്ചിട്ട് പോലും ഈ ബാധ കൊണ്ടേ പോകൂ എന്ന മട്ടിൽ അരമനയിൽ നിൽക്കുകയാണ്. ഉല്ലസിച്ചപ്പോൾ അക്കച്ചി ചക്കാരെ കൊട്ടുന്നത് പോലെ ഒട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. ഈ വിവരങ്ങൾ മെത്രാന്റെ അടുത്ത ആള് തന്നെയാണ് ITV ന്യൂസിന് നൽകിയത്. ഈ വാർത്ത പുറത്തു വന്നു കഴിയുമ്പോഴെങ്കിലും അക്കച്ചി കൂടും കുടുക്കയും എടുത്ത് തന്നെ ഉപേക്ഷിച്ച് ഭദ്രാസനം വിടും എന്നാണ് മെത്രാൻ കരുതിയത്. പക്ഷേ അക്കച്ചി ഭദ്രാസനത്തിൻ്റെ അല്ല, സഭയുടെ അടിത്തറ ഇളക്കിക്കൊണ്ടേ പോകൂ എന്ന മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അക്കച്ചിക്ക് ഉല്ലാസിൻ്റെ അടുത്ത് മാത്രമല്ല പിടുത്തമുള്ളത്, അങ്ങ് തലപ്പത്ത് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. തന്നെ അരമനയിൽ വിളിച്ച് കയറ്റിയിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ചുമ്മാതൊന്നും ഇറക്കി വിടുവാൻ പറ്റില്ല എന്ന നിലപാടിലാണ് അരമന അക്കച്ചി. തൻ്റെ കസിൻ സിസ്റ്ററാണെന്നും പറഞ്ഞാണ് ഐറേനിയൂസ് മെത്രാൻ അരമന അക്കച്ചിയെ അരമനയിൽ കൊണ്ടുവന്നത്. അവരുടെ ഭർത്താവ് തൻ്റെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയതാണെന്നും അതുകൊണ്ട് പൊന്നുപോലെ നോക്കേണ്ടുന്നത് തൻ്റെ ബാധ്യതയാണെന്നുമാണ് മെത്രാൻ പറയുന്നത്. മെത്രാൻ്റെ അപ്പനും അമ്മയും അടക്കമാണ് ആദ്യ ദിവസം അക്കച്ചിയുമായി അരമനയിൽ വന്നതെന്ന് അരമനയിലെ അന്തേവാസികൾ ഓർക്കുന്നു. ആദ്യം തന്നെ അക്കച്ചി അടുക്കള ഭരണം ഏറ്റെടുക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മെത്രാൻ്റെ അമ്മയുമായി അക്കച്ചി അമ്മായിമ്മ പോര് ആരംഭിച്ചു. തുടർന്ന് അമ്മ തന്നെ അരമനയിലെ പാതിരികളോട് പറഞ്ഞു അത്രേ, ഇവൾക്ക് ഞങ്ങളുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. സാധാരണഗതിയിൽ ഈ മെത്രാന്മാരെ മസ്നഫ്സൊക്കെ ഇടിപ്പിച്ചു വിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരൊരു സന്യസ്തൻ ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. സാധാരണഗതിയായി ഇവർ താമസിക്കുന്ന ഇടങ്ങളിൽ യാതൊരു കാരണവശാലും സ്വന്തം അമ്മയെയോ സഹോദരിയെയോ പോലും താമസിക്കുവാൻ അനുവദിക്കുന്നതല്ല. എന്നാൽ ഈ മെത്രാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അക്കച്ചിയെ സ്വന്തം അരമനയിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. ഒടുക്കം ഭദ്രാസനത്തിലെ വൈദികർ തന്നെ പറഞ്ഞു, മെത്രാനെ സംഗതി നാറ്റക്കേസാകും, ഇവരെ ഒഴിവാക്കാനാവാത്ത അവസ്ഥയാണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഭദ്രാസനത്തിൻ്റെ ചെലവിൽ അടുത്തൊരു വീടോ ഫ്ലാറ്റോ എടുത്ത് താമസിപ്പിക്കൂ, പോയിട്ട് രാവിലെ 7 മുതൽ വൈകിട്ട് 10 വരെ അരമനയിൽ കിടന്ന് അവർ വിരകിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, അങ്ങനെയെങ്കിൽ നാട്ടുകാരോട് നമുക്ക് പറഞ്ഞു നിൽക്കാമല്ലോ എന്ന്. പക്ഷേ മെത്രാൻ അതിനൊന്നും സമ്മതിച്ചില്ല. അതുപോലെ നാട്ടിലെവിടെ സ്വഭാവദൂഷ്യമുള്ള പാതിരിമാരുണ്ടോ ഇദ്ദേഹം അവരെ തേടിപ്പിടിച്ച് ഭദ്രാസനത്തിൽ കൊണ്ട് കുടിയിരുത്തും. ജ്ഞാനായ യാക്കോബായ വിഭാഗത്തിലെ ബിനോ ഫിലിപ്പ് എന്നൊരു പാതിരിയെ അബുദാബി പള്ളിയിൽ നിന്നും ഒരു പെൺവിഷയത്തിൽ പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തെ ഐറേനിയൂസ് പാതിരി കൊണ്ട് കോഴിക്കോട് ഭദ്രാസനത്തിൽ നിയമിച്ചു. ഇടവക വികാരിയായി നിയമനവും കൊടുത്തു. അതുപോലെ ആദിഭാര്യ സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ കളഞ്ഞിട്ട് പോയ ഒരു പാതിരി ഇപ്പോൾ രണ്ടാമതും മറ്റൊരു വിവാഹം കഴിച്ച് അദ്ദേഹം ഇപ്പോൾ അരമന മാനേജരായി അവിടെ വാഴുകയാണ്. ഉല്ലാസ് മെത്രാനെ അരമനയക്കച്ചി ഇന്ന് മുറിയടച്ചിട്ട് വിരട്ടി എന്നാണ് വിവരം. എന്നെ ഇറക്കി വിട്ടാൽ സഭ മുഴുവൻ നാറ്റിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ മെത്രാൻ ആകെ വെട്ടിലായ അവസ്ഥയിലാണ് ഇപ്പോൾ. അക്കച്ചിയുടെ അംശവഴിക്കാരനെ നിലയ്ക്ക് നിർത്തുവാൻ പുതിയ കാതോലിക്കയ്ക്ക് സാധിക്കുമോ? അക്കച്ചിയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ അടുത്തയാഴ്ച ശ്രേഷ്ഠ ബാവ ശ്രേഷ്ഠതയോടെ എഴുന്നള്ളുമോ എന്ന കാത്തിരിപ്പിലാണ് കോഴിക്കോട്ടെ വിശ്വാസികൾ. അക്കച്ചിയാണ് ആഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺ. ഐറേനിയോസ് സത്യസന്ധതയോടെ അക്കച്ചിയെ തൻ്റെ കൂടെ അരമനയിൽ പാർപ്പിക്കുമ്പോൾ ജർമ്മനിയിലും കാനഡയിലും സ്റ്റെപ്പിനിയുള്ള ആ മെത്രാൻ ആര്? ഇന്ന് സമയം പോയി, നാളെയാവട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.